കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദിനേശ് ചേട്ടനെയും കൂട്ടി അച്ഛൻ സഞ്ജുവിനെ അന്വേഷിച്ചു പോയിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ. ചിലപ്പോ അവൻ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കായിരിക്കും. അവൻ എന്തൊക്കെ ചെയ്താലും നമ്മൾ വഴങ്ങി കൊടുക്കാൻ പാടില്ല. പക്ഷെ അച്ഛൻ അവനെ കൂട്ടിക്കൊണ്ട് വരുന്നത് അവൻ ഇഷ്ടമുള്ള വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടായിരിക്കും. ആ മനുഷ്യനെ അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും. എന്റെ മുന്നിൽ പഴയ അനുഭവം ഉള്ളതല്ലേ. അവനൊരു മോഹം പറഞ്ഞെന്ന് വെച്ച് നമുക്കിപ്പോ തോറ്റു കൊടുക്കാൻ പറ്റുമോ? ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മ ധൈര്യമായിട്ടിരിക്കുക. അതിന് വേണ്ടതൊക്കെ ഞാൻ ഇതിനകം ചെയ്ത് കഴിഞ്ഞു. ആ പെണ്ണ് ഏതാന്നുള്ളത് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് വിവരം കിട്ടും. പിന്നെന്താ നടക്കാൻ പോകുന്നത് അവന് പോലും അറിയില്ല. ചെടി അറിയാതെ വേണം കള പിഴുതെടുക്കാൻ. അച്ഛൻ അന്വേഷിച്ചു പോയിട്ട് എന്തായി? അവൻ കൂടെ വന്നില്ലേ? നിനക്കൊക്കെ മനസാക്ഷി ഉണ്ടോടി? ഒരു കുടുംബത്തിലെ മുഴുവൻ സന്തോഷവും തല്ലിക്കെടുത്തിട്ട് ഇവിടൊക്കെ അരപ്പും പൊരിപ്പും. അച്ഛന്റെ ദേഷ്യം ഞങ്ങളോടാണോ? ഞങ്ങൾ എന്ത് ചെയ്തെന്ന് അച്ഛൻ ഈ പറയുന്നത്? അവനോട് ഇറങ്ങിപ്പോവാൻ ഞങ്ങൾ പറഞ്ഞോ? ഈ കുടുംബത്തിന്റെ അവകാശി ഇറങ്ങിപ്പോയിരിക്കുന്നത് അതിന് കാരണക്കാരൻ നിങ്ങളൊക്കെ തന്നെയാ. നീ ഒരുത്തിയ ഇതിനൊക്കെ കാരണം. അവന്റെ മനസ്സറിയാതെ കാഞ്ചന കയറി വാക്കു കൊടുത്തു. അവൻ ഇഷ്ടമില്ലാത്ത കാര്യം അടിച്ചേപ്പിക്കാൻ നോക്കി. നാണമില്ലേ മനുഷ്യ നിങ്ങൾക്കിത് പറയാൻ? അവന്റെ അച്ഛൻ പോയ വഴിക്ക് അവനെ ഞാൻ വിടണോ? ഇനി ശബ്ദിച്ച നീ വിവരം അറിയും. ഭ്രാന്ത പിടിച്ചു നിൽക്കുക ഞാൻ. എന്റെ കൊച്ചുമോൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീയൊന്നും പിന്നെ ഇവിടെ ഉണ്ടാവില്ല. എല്ലാത്തിനും ഞാൻ ചവിട്ടി പുറത്താക്കും. അർജുനേട്ട എന്തെടുക്കുക? അവിടെ ഇതൊരു ആഘോഷം തീർന്നില്ലേ? ഒരു നല്ല കാര്യം നടക്കുമ്പോ അവള് കാണിച്ച ശരിയാണോ? നീ അത് വിടുമോനെ. ശ്രീജ മുഖവും വീർപ്പിച്ച് നടക്കുന്നത് ലച്ചു ഇവിടുന്ന് പോയ പണികളെല്ലാം അവള് തനിച്ച് ചെയ്യണോന്ന് കരുതിയ. ലച്ചു ഇവിടുന്ന് പോകില്ലെന്ന് അവക്കറിയില്ലല്ലോ. ശ്രീജയിൽ നിന്ന് ഈ രഹസ്യം മറിച്ചോക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അളിയൻ അവളെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ഇങ്ങനൊരു രഹസ്യം അവളുടെ മനസ്സിൽ ഇരിക്കില്ല അളിയ. അവളുടെ വായിന്ന് പുറത്തു പോകുന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ അതറിയാൻ പോകുന്നത് മുത്തശ്ശിയ. അതോടെ നമ്മളെ പ്ലാൻ മുഴുവൻ തീർന്നില്ലേ? ഇതുവരെ ശ്രീജ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനിയും അങ്ങനെ പോയാ മതി. ഇല്ലാത്ത പയ്യനെ വെച്ച് കല്യാണം ഉറപ്പിച്ചതും നരേന്ദ്രൻ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതും നമ്മൾ നടത്തിയ നാടകമാണെന്ന് ശ്രീജ ഒരു കാലത്തും അറിയരുത്. അപ്പൊ ഇതൊക്കെ ആയിരുന്നല്ലേ ഇവരുടെ മനസ്സില്. അതാ ലക്ഷ്മിയുടെ അടുത്ത് നരേന്ദ്രേട്ടൻ ഇത്രയും സ്നേഹം. ശരിയാക്കി തരാം. എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണം. ഒളിഞ്ഞു നിന്നെല്ലാം കേക്കായിരുന്നല്ലേടി? അമ്മ എന്തായി പറയുന്നേ? ഞാനൊന്നും കേട്ടില്ല. എന്താ എന്താ അമ്മേ? എടാ ഇവളിവിടെ ഒളിഞ്ഞു നിന്ന് കേക്കായിരുന്നടാ. നീ ഇനി ജീവനോട് വേണ്ടടി. വിടടാ അങ്ങോട്ട്. അവളെ വിടടാ. വിടാനല്ലേ പറഞ്ഞത്? എന്നെ കൊല്ല്. നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവിക്കണം. ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലാതെ കൊല്ല്. എന്നെ അങ്ങ് കൊല്ല്. നീ അകത്ത് കയറിപ്പോ.
എല്ലാം ഒളിച്ചെന്ന് കേട്ടിന്റെ അഹങ്കാരം ഇവളെ കാണിക്കുന്നേ. ഇവള് വെറുതെ വിടാൻ പാടില്ല. നിന്നെ ഞാൻ- നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? പോടാ. നരേന്ദ്രൻ ചെല്ല്, ഞാൻ അവളോട് സംസാരിച്ചോളാം. നീ എല്ലാം കേട്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത നിലയ്ക്ക് കേട്ടില്ലെന്ന് ഞാനെന്തിനു പറയണം? ലച്ചുവിനെ കെട്ടാൻ പോകുന്നത് നരേന്ദ്രേട്ടനാണല്ലേ? ഞാനിത് ആരോടും പറയാനൊന്നും പോകുന്നില്ല. അവൾ ഇവിടെ നിന്ന് എങ്ങും പോവാതിരിക്കുന്നതാ എനിക്ക് സന്തോഷം. ഇനി ഞാൻ ഈ കല്യാണത്തെ കാണാൻ പോകുന്നത് നരേന്ദ്രേട്ടന്റെ കല്യാണമായിട്ടാ. അതിന് ഒഴിഞ്ഞ കൈകളോട്ട് പോവാൻ എനിക്കൊരു നാണക്കേടുണ്ടെന്ന് മാത്രം. ആ നാണക്കേട് നരേന്ദ്രേട്ടനുണ്ടാവും. വലിയ കുടുംബമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മരുമക്കൾ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ തന്നെയാ. ഇനി ഇതിന്റെ ഒരു കുറവ് നിനക്ക് വേണ്ട. നീ ഇതെടുത്തോ. ഇനി ഇത് തിരികെ ചോദിക്കാനും വരില്ല. അമ്മയ്ക്കെങ്കിലും ഇത് തോന്നിയല്ലോ. 8 പവനിൽ കൂടുതൽ വരും അത്. ഇതും വാങ്ങി കയ്യിലിട്ടിട്ട് നീ ഞങ്ങളെ ചതിക്കാനാണ് ഭാവമെങ്കിൽ ദേ ആ കൈ ഞാനിങ്ങ് വെട്ടിയെടുക്കും. ഈ കല്യാണം ഒന്ന് കഴിയട്ടടി. ആനന്ദവല്ലിയോട് വിലപേശാൻ വന്ന നിനക്ക് ശരിക്കുള്ള സമ്മാനം ഞാൻ തരുന്നുണ്ട്. ഇന്നലെ വരെ ഞാൻ ജീവിച്ചത് 7-8 പേരടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിലാണ്. അവരുടെയൊക്കെ സ്നേഹം അനുഭവിച്ച്. പക്ഷേ ഇന്നത്തെ ഈ ഒറ്റപ്പെടല് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല സ്വാതി. എനിക്ക് സഞ്ജുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ സ്വാതി എൻ്റെ തൊട്ടടുത്ത് വേണം, അതും എപ്പോഴും. അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകും. അതാ രജിസ്റ്റർ മാരേജ് ചെയ്ത് ഒന്നിച്ച് ജീവിച്ചു തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞത്. സഞ്ജുവിനോടൊപ്പമുള്ള ജീവിതത്തിന് എത്രയോ കാലമായി കാത്തിരിക്കുന്നവളാണ് ഞാൻ. നമ്മുടെ വീട്ടുകാര് നമ്മുടെ വിവാഹം നടത്തി തരുമെന്നുള്ള പ്രതീക്ഷ ഇനിയില്ല. അമ്മയുടെ ഭീഷണിയിൽ നിന്നും എനിക്കൊരു മോചനവും വേണം. ഇതിനെല്ലാം പരിഹാരം സഞ്ജു പറഞ്ഞ പോലെ നമ്മുടെ രജിസ്റ്റർ മാരേജ് തന്നെയാണ്. ഇനി ഒന്നും വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. തൽക്കാലം നമ്മളിപ്പോൾ പിരിയുന്നു. രജിസ്റ്റർ മാരേജിനുള്ള ഏർപ്പാട് പൂർത്തിയായ ഉടനെ ഞാൻ സ്വാതിയെ വിളിക്കും. സഞ്ജു വിളിക്കുന്ന ആ സമയം ഞാൻ ഇറങ്ങി വരും. അമ്മേ, സഞ്ജു ഈ സിറ്റി തന്നെ ഉണ്ട് അമ്മേ. ഒരു ഹോട്ടലിലാണ് റൂം എടുത്തിരിക്കുന്നത്. കവിതേശ് എങ്ങനെ അറിഞ്ഞു? ദിനേശ് ഏട്ടൻ വിചാരിച്ചിട്ട് പോലും അവൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിന്റെ ഹസ്ബൻഡിന്റെ കൂട്ടുകെട്ടൊക്കെ ലോക്കൽസുമായിട്ടല്ലേ? സഞ്ജു ഇന്ന് രാത്രിക്ക് മുമ്പേ തിരിച്ചെത്തും. അങ്ങനെ എന്റെ മനസ്സ് പറയുന്നേ. പിന്നെ സഞ്ജു ഇറങ്ങിപ്പോയ കാര്യം കാഞ്ചനോട് നീ പറഞ്ഞോ? വെള്ളിയേച്ചി വിളിച്ച് പറയാനേ ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. ആ, ഇനി സഞ്ജുവിന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന പെണ്ണിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാ ഞാൻ. ആ, വെള്ളിയേച്ചിയാ? എടുക്ക. ഹലോ വെള്ളിയേച്ചി. 11 മണിയോടെ ഞങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് വരും. ആ വിവരം പറയാനാ വിളിച്ചത്. എന്തെങ്കിലും വിശേഷമുണ്ടോ? ഇവിടെ ഒരു വിഷയമില്ലേ? ശ്രീകുട്ടിക്ക് തറവാട്ടി വന്ന് എല്ലാരും കാണണമെന്നൊരാഗ്രഹം പറഞ്ഞു. ഇവിടെയും അവളെ എല്ലാരും കാണാൻ ആഗ്രഹിച്ചിരിക്കല്ലേ. ചേച്ചി വന്നോളൂ. അവൾ എന്താ പറഞ്ഞത്? അവരെല്ലാരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ശ്രീകുട്ടി അത്രേ ഇങ്ങോട്ട് വരാൻ ആഗ്രഹം പറഞ്ഞത്. സഞ്ജു എവിടെന്ന് ചോദിച്ചാൽ എന്തു പറയും? അവൻ ബിസിനസ് ടൂർ കഴിഞ്ഞ് എത്തിയില്ലെന്ന് പറയാം. എന്താ തന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീകുട്ടിയുമായി നമ്മൾ എന്റെ വീട്ടിലേക്ക് പോകുന്നു. പ്രഭ ഇപ്പൊ അത്രയും മനസ്സിലാക്കിയാൽ മതി. നിക്കവിടെ. പിന്നെ നീ പറയാൻ പോകുന്ന കള്ളം കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആരെയാ കാണാൻ പോയെന്ന് ഞാൻ ചോദിക്കുന്നില്ലേ? ഇപ്പൊ എന്റെ വീട് വരെ ഒന്ന് പോകേണ്ടതുണ്ട്. കൂടെ
നീയും വരും. എന്നെ അമ്മ അതിന് പ്രതീക്ഷിക്കണ്ട. പ്രതീക്ഷയല്ല, തീരുമാനമോ. കൂടെ വരാൻ റെഡി ആയിക്കോ. കൂടുതൽ സംസാരമൊന്നും വേണ്ട. എന്തു അച്ഛ ഇത്? ഞാൻ വരുന്നില്ല. പോകുന്നത് തറവാട്ടിലേക്കല്ലേ മോളെ? ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ആ മുറച്ചക്കന്റെ മുന്നിൽ എന്നെ പ്രദർശിപ്പിക്കുക. അച്ഛനും ഇതിന് കൂട്ടിയിക്കരുത് പ്ലീസ്. നിന്റെ അമ്മ മനസ്സിൽ കാണുന്നത് അത് തന്നെ. പക്ഷേ ഈ അവസരം നിനക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം മോളെ. നിനക്കേ ഫ്രീ ആകാൻ പറ്റിയ ചാൻസ് ആയത്. എങ്ങനെ? നീ അവനോട് നിന്റെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. നിന്റെ മുറച്ചിറക്കനല്ലേ അവൻ. ഞാൻ അവനെ മനസ്സിലാക്കിയെടുത്തോളം അവൻ ക്യാരക്ടറുള്ള ആളാ. വേണ്ടി വന്ന അവൻ നിന്നോടൊപ്പം നിന്നും വരും. അതോടെ കാഞ്ചന സൈലന്റ് ആവും. ആലോചിക്കാനൊന്നുമില്ല. മോള് ധൈര്യമായിട്ട് എന്നോടൊപ്പം വാ. മുത്തശ്ശി, എന്റെ കുട്ടി ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രം ഒന്നുമില്ല. നിന്റെ സങ്കടം കാണാനാ എനിക്ക് വയ്യാത്തത്. മുത്തശ്ശി, മുത്തശ്ശി ഓർക്കുമ്പോ എനിക്ക് ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല. മോള് പിന്നെയും തുടങ്ങിയ സങ്കടം പറച്ചില്. അവൾ അവളുടെ വിഷമം പറഞ്ഞതല്ലേ, അത് കേൾക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയോ? ശ്രീജി എന്താ അങ്ങനെ പറഞ്ഞത്? അവൾ ഇവിടുന്ന് പോകണ്ടെന്നാണോ? ഈ ജന്മം മുത്തശ്ശിയെ പിരിയാൻ അവൾക്ക് കഴിയില്ല. എന്ന് വെച്ച് കല്യാണം നടക്കണ്ടേ? കല്യാണവും നടക്കണം, അവക്കൊപ്പം എന്ന് മുത്തശ്ശിയും കാണണം. അതല്ലേ ലച്ചു നീ ആഗ്രഹിക്കുന്ന? മറ്റൊരു വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് പോവുക അവളെ. അവളുടെ കൂടെ ഞാൻ എങ്ങനെ അവിടേക്ക് പോവുക? അതൊന്നും എനിക്കറിയില്ല. ലച്ചുവിന് മുത്തശ്ശിയില്ല ജീവിക്കാനാവില്ല. അത് ദൈവത്തിനും അറിയാം. അവളെ കെട്ടിക്കൊണ്ടുവരുന്ന വീട്ടിലെ ദൈവം മുത്തശ്ശിയെ എത്തിക്കും. അങ്ങനെ ഒരു മറിമായം നടന്നാലോ? നീ ഓരോന്നും പറഞ്ഞ് കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. എടി ലച്ചു, കല്യാണം വരെയുള്ളൂ നിന്റെ ഈ സങ്കടം. മുത്തശ്ശി ഇന്ന് എങ്ങനെയാണോ കഴിയുന്നേ അതുപോലെ നാളെയും കഴിയാൻ പറ്റും, എനിക്കുറപ്പാ. ശ്രീചേട്ടത്തി പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. മുത്തശ്ശിയെ നോക്കാൻ ആരും തയ്യാറല്ല. അതുകൊണ്ട് എന്റെ കൂടെ മുത്തശ്ശിക്ക് വന്നൂടെ? അതൊന്നും വേണ്ട. മുത്തശ്ശിയുടെ ഇനിയുള്ള കാര്യം ദൈവം നോക്കിക്കോളും മോളെ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും അധികകാലം ഞാൻ ഉണ്ടാവില്ല. മോളൊരിക്കലും തനിച്ചാവരുത്. എനിക്ക് അത്രേ വേണ്ടൂ. അമ്മേ, ദേ അവരെത്തി. മുത്തശ്ശി, എന്റെ മകൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് ഞാൻ നേരിൽ കാണുന്നത് ഇന്നാ. 22 വർഷം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്റെ പേരക്കുട്ടി ഒന്ന് കാണാൻ. മോളെ. എന്താ അച്ഛാ? കാഞ്ചന മോളെയും കൂട്ടി വന്നിരിക്കുക. ഞാൻ എന്ത് നിലപാടെടുക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല മോളെ. സഞ്ജു പിണങ്ങി വീട് വിട്ടുപോയ വിവരം അവരോട് പറയരുതെന്ന വസുമതിയുടെ കൽപ്പന. അത് ശരിയാ അച്ഛ. അച്ഛനത് പറയരുത്. അത് എന്റെയോ അപേക്ഷയാ. ശ്രീകുട്ടി മോളെ, ഞാൻ നിന്റെ ഇളയമ്മയാ, കാവേരി. ഇത് കവിത ഇളയമ്മല്ലേ? അതെ, അവളിവിടെയുള്ള പലരെയും കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ പേര് പറഞ്ഞ എല്ലാരെയും അറിയാം. അവനിവിടെ ഇല്ലേ കവിതേ? അവൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടില്ല. അവനുണ്ടാവുമെന്ന് കരുതിയാ ഞങ്ങൾ വന്നത്. അതിനെന്താ, അവൻ വന്ന ഉടനെ ഞങ്ങൾ അങ്ങോട്ട് വരില്ലേ? നിങ്ങൾ വാ. എന്റെ മോൻ കാരണം വീണ്ടും ഈ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് ദൈവത്തോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക ഞാൻ. അച്ഛൻ താഴേക്ക് ചെല്ല്. കാഞ്ചനയുടെ മകളെ ഒന്ന് കാണണമെന്ന് എനിക്കുണ്ട്. പക്ഷേ
സദസ്സിലേക്ക് ഞാനില്ല. അച്ഛൻ ചെല്ലേ. ചെല്ലച്ച. ഇതാണ് മുത്തശ്ശിയുടെ വീട്. മോളുടെ മുറച്ചെറുക്കനെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ഇരിക്കെ മോളെ, നീ അവന്റെ ഫോട്ടോ എടുത്തോണ്ട് വാ. അവൻ വന്നാലുടനെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരാനിരിക്കുക. മുത്തശ്ശ, നന്നായി വരും മോളെ ഒന്ന് കാണണമെന്ന് മുത്തശ്ശൻ എന്നേ ആഗ്രഹിച്ചത്. അതല്ലേ ഞാൻ വന്നേ. എനിക്കിത് നല്ലൊരു തുടക്കമാ. മുത്തശ്ശന്റെ അനുഗ്രഹം വേണം. എന്നും എന്റെ അനുഗ്രഹം മോൾക്കുണ്ടാവും. മോൾക്ക് നിന്റെ മുറച്ചെറുക്കന്റെ ഫോട്ടോ കാണണ്ടേ? ഇവനാ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. കല്യാണം കഴിക്കാനോ? ആരെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ സ്വാതി, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. അതിനെന്താ, ഞാൻ വരാം. ഇപ്പൊ തറവാട്ടില്ല. ഈ നിമിഷം ഇവിടുന്ന് ഉടനെ ഇറങ്ങാം. ശരി, നീ ബേക്കറി ജംഗ്ഷനിൽ എത്തിയാൽ മതി. അരമണിക്കൂറിനുള്ളിൽ ഞാനും ഫ്രണ്ട്സ് അവിടെ എത്തും. ശരി, ഞാനും കൂടെ ഗ്രീഷ്മ ഉണ്ടാവും. ശരി. ശ്രീകുട്ടി, എന്ത് തോന്നിയ സ്വടി നീ പറഞ്ഞത്? നീ എന്താ എന്റെ വീട്ടുകാരെ അപമാനിക്കണം? മുത്തശ്ശൻ എന്നോട് ക്ഷമിക്കണം. എന്റെ അഭിപ്രായത്തിന് ഒരു വിലയും തരാതെയാ അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്തേ. ഞാൻ മറ്റൊരാളെ കഴിഞ്ഞ 2 വർഷമായി സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ബന്ധത്തിന് കഴിയില്ല. മുറച്ചക്കനോട് ഇക്കാര്യം നേരിട്ട് കണ്ട് പറയാനാ ഞാൻ വന്നേ. തൊട്ടുപോകരുതവളെ. ശ്രീകുട്ടിക്ക് അവളുടേതായ അഭിപ്രായമുണ്ട്. അത് കേൾക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അവൾ പറയട്ടെ. എന്റെ കൊച്ചുമോൾ എന്താഗ്രഹിക്കുന്നോ അതുപോലെ ഞാൻ നടത്തും. മോള് പറ. മുത്തശ്ശ, ഒന്നിച്ച് ജീവിക്കാൻ ഞങ്ങൾ എന്നേ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളുമായി എനിക്കൊരു ജീവിതം അമ്മ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ മുത്തശ്ശി? ഉണ്ടോ മുത്തശ്ശ? ഇല്ല മോളെ. അവരവരുടെ ജീവിതം തീരുമാനിക്കാൻ പ്രായപൂർത്തിയായ ഏതൊരാൾക്കും അവകാശമുണ്ട്. അച്ഛാ, ഇവിടെ നിനക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമില്ല കാഞ്ചനെ. നിന്റെ മകൾ വളർന്നു കഴിഞ്ഞു. ഞാൻ പോവുക. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അച്ഛാ, എനിക്കിനി ഇവിടെ നിൽക്കാനാവില്ല. ഇവിടെ വീടമ്മേ, വീട്. നീ ഇവിടുന്ന് പോകുന്നത് എന്റെ ജീവൻ എടുത്തിട്ടായിരിക്കും. അമ്മ, വീട്. ഞാൻ പോവാ. വീട് ഇവിടെ അവളെ തടയേണ്ട കാര്യമില്ല. അവൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ. അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറഞ്ഞ വിടാനല്ലേ പറഞ്ഞേ?